JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 26-27 ക്ലാസ്സുകളോളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പശുവിന്റെ ശാസ്ത്രീയ നാമം എന്ത്? പശുവിന്റെ ശാസ്ത്രീയ നാമം എന്ത്? എന്താണ്? ബോസ് ടോറസ്. ബോസ് ടോറസ് എന്നാണ് പശുവിന്റെ ശാസ്ത്രീയ നാമം. പശുവിന്റെ ശാസ്ത്രീയ നാമം ഓർത്തിരിക്കണം, ബോസ് ടോറസ്. അടുത്ത ചോദ്യം, പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? 4 അറകൾ. ഏതൊക്കെയാണ്? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, പശുവിന്റെ ആമാശയത്തിന് 4 അറകളുണ്ട്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അടുത്ത ചോദ്യം, പശുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ്? പശുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ്? 15 മുതൽ 20 വർഷം വരെയാണ് പശുക്കളുടെ ശരാശരി ആയുസ്. അടുത്ത ചോദ്യം, ലോകത്തില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിനം ഏതാണ്? ലോകത്തില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനം ഏതാണ്? ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ആണ്. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിനം. ഏതാണ്? ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. പശുവിന്റെ ഗർഭകാലം എത്ര ദിവസമാണ്? പശുവിന്റെ ഗർഭകാലം എത്ര ദിവസമാണ്? ഏകദേശം 280 മുതൽ 285 ദിവസങ്ങളാണ് പശുവിന്റെ ഗർഭകാലം. പ്രത്യേകം ഓർത്തിരിക്കുക, പശുവിന്റെ ഗർഭകാലം എത്ര ദിവസമാണ്? ഏകദേശം 280 285 ദിവസങ്ങൾ. കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു ഏതാണ്? കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു ഏതാണ്? ഏതാണ്? വെച്ചൂർ പശുവാണ് അല്ലെ? വെച്ചൂർ പശുവാണ് കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു. കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു ഏതാണ്? വെച്ചൂർ പശു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. രാജസ്ഥാനും മുൻപന്തിയിലുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. രാജസ്ഥാനും മുൻപന്തിയിലുണ്ട്. അടുത്ത ചോദ്യം, വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യൻ ആണ് അല്ലെ? വർഗീസ് കുര്യൻ ആണ് വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ്? വെച്ചൂർ പശുവാണ് അല്ലെ? ഇത് കേരളത്തിന്റെ അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ്? വെച്ചൂർ പശു. ഇത് കേരളത്തിന്റെ അഭിമാനമാണ്, ഓർത്തിരിക്കണം കേട്ടോ. പശുക്കളുടെ വർഗീകരണത്തില് കാമധേനു എന്ന് വിശേഷിക്കപ്പെടുന്നത് പശു ഏത്? കാമധേനു എന്ന് എല്ലാവരും പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്താണ്, അതിനെ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയത്തില്ല അല്ലെ? പശുക്കളുടെ വർഗീകരണത്തില് കാമധേനു എന്ന് വിശേഷിപ്പിക്കുന്ന പശു ഏത്? പുരാണങ്ങളിൽ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദിവ്യ പശുവാണ് കാമധേനു. അപ്പോൾ ഓർത്തിരിക്കണം, പുരാണങ്ങളിൽ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദിവ്യ പശുവാണ് കാമധേനു. അടുത്ത ചോദ്യം, പശുക്കൾക്ക് മുകളിലെ നിരയിൽ മുൻപല്ലുകൾ ഉണ്ടോ? പശുക്കൾക്ക് മുകളിലെ നിരയില് മുൻപല്ലുകൾ ഉണ്ടോ? ആർക്കൊക്കെ അറിയാം? ഇല്ല അല്ലെ? പശുക്കൾക്ക് മുകളിലെ നിരയില് മുൻപല്ലുകൾ ഇല്ല. പകരം കട്ടിയുള്ള ഒരു ഡെന്റൽ പാഡ് ആണ് ഉള്ളത്. പ്രത്യേകം ഓർത്തിരിക്കണം, പശുക്കൾക്ക് മുകളിലത്തെ നിരയില് മുൻപല്ലുകൾ ഇല്ല. അതിന് പകരം എന്താണ്? കട്ടിയുള്ള ഒരു ഡെന്റൽ പാഡാണ് ഉള്ളത്. ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം ഏത്? ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം ഏത്? ഗീർ. ഗീർ ആണ് ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം. ഗുജറാത്തിൽ നിന്നുള്ള ഈ ഇനം പശുക്കളെ ബ്രസീല് വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം ഏതാണ്? ഗീറാണ്. ഗുജറാത്തിൽ നിന്നുള്ള ഈ ഇനം പശുക്കളെ ബ്രസീൽ വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് വളർത്തുന്നുണ്ട്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, പൂർണ്ണാഹാരം എന്ന് പാലിനെ വിളിക്കാൻ കാരണം എന്ത്? എല്ലാവരും പാല് കുടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പാലിനെ പൂർണ്ണ ആഹാരം എന്ന് വിളിക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്,
കൊഴുപ്പ്, വിറ്റാമിനുകള്, ധാതുക്കള് എന്നിവ കൃത്യമായി അളവിൽ അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇതിനെ പൂർണ്ണാഹാരം എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഓർത്തിരിക്കണം, ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിനുകള്, ധാതുക്കള് എന്നിവ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാലാണ് ഈ പാലിനെ പൂർണ്ണാഹാരം എന്ന് വിളിക്കാൻ കാരണം. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ഇന്ത്യയിലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ്. ദേശീയ പാൽ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? നാഷണൽ മിൽക്ക് ഡേ എന്നാണ് ആഘോഷിക്കുന്നത്. ദേശീയ പാൽ ദിനം എന്നാണ്? നവംബർ 26, ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണെന്ന്, അല്ലെ? അപ്പോൾ ദേശീയ പാൽ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? നവംബർ 26, അന്ന് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ്. ലോക ക്ഷീരദിനം എന്നാണ്? ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1. ഓർത്തിരിക്കണം കേട്ടോ. ലോക ക്ഷീരദിനം എന്നാണ്? വേൾഡ് മിൽക്ക് ഡേ എന്നാണ്? ജൂൺ 1. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനം ഏതാണ്? ഏതാണ്? വെച്ചൂർ പശു, കേരളം. ഇതിന്റെ പാലിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനം ഏതാണ്? വെച്ചൂർ പശുവാണ്. ഇതിന്റെ പാലിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, കപില പശുക്കളുടെ പ്രത്യേകത എന്താണ്? കപില പശുക്കളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ ശരീരവും കണ്ണും നഖവുമെല്ലാം കറുത്ത നിറമായിരിക്കും. ഇവയുടെ പാലിനും മൂത്രത്തിനും ഔഷധ ഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ കപില പശുക്കളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കപില പശുക്കളെ കുറിച്ച്? അപ്പോൾ ആ കപില പശുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ ശരീരവും കണ്ണും നഖവും എല്ലാം കറുത്ത നിറമായിരിക്കും. ഇവയുടെ പാലിനും മൂത്രത്തിനും ഔഷധ ഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ലോകപ്രശസ്തമായ സ്വിസ് പശുവിനം ഏതാണ്? ലോകപ്രശസ്തമായ സ്വിസ് പശുവിനം ഏതാണ്? ഏതാണ്? ബ്രൗൺ സ്വിസ് ആണ്, അല്ലെ? ലോകപ്രശസ്തമായ സ്വിസ് പശുവിനം ഏതാണ്? ബ്രൗൺ സ്വിസ്. ബ്രൗൺ സ്വിസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശു ഏത്? ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശു ഏത്? ഗിർ ആണ്, അല്ലെ? ഗിർ ആണ് ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശു. ഇതിന്റെ നെറ്റിത്തടം വീർത്ത ആകൃതിയിലുള്ളതാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശുവാണ് ഗീർ. ഇതിന്റെ നെറ്റിത്തടം വീർത്ത ആകൃതിയിലുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന സഹകരണ സംഘം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന സഹകരണ സംഘം ഏതാണ്? അമൂൽ ആണ്, അല്ലെ? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അമൂൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന സഹകരണ സംഘം. കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പാൽ വിപണന ശൃംഖല ഏതാണ്? കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പാൽ വിപണന ശൃംഖല ഏതാണ്? മിൽമയാണ്, അല്ലെ? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പാൽ വിപണന ശൃംഖല ഏതാണ്? മിൽമ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അടുത്ത ചോദ്യം, പശുവിന്റെ ശരീര താപനില എത്രയാണ്? പശുവിന്റെ ശരീര താപനില എത്രയാണ്? ഏകദേശം 101.5 ഡിഗ്രി F ആണ് അതിന്റെ, അതായത് 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ് പശുവിന്റെ ശരീര താപനില. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ഏകദേശം 101.5 ഡിഗ്രി F ആണ് ശരീര താപനില. അത് 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെ? ശരീര താപനില പശുവിന്റെ. ഓർത്തിരിക്കുക. അടുത്ത്, പശുക്കൾ അയവിറക്കുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? പലപ്പോഴും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പശുക്കള് അയവിറക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ എന്താണ് വിളിക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണ്? റൂമിനേഷൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? പശുക്കൾ അയവിറക്കുന്ന പ്രക്രിയ എന്ത് വിളിക്കുന്നു? റൂമിനേഷൻ. റൂമിനേഷൻ എന്നാണ് പശുക്കൾ അയവിറക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.